രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വരെ എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാര്യത്തിൽ വരെ കയറി വീഡിയോ ഉൾപ്പെടെ എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആരെയും കുറ്റം പറയുന്നില്ല, എല്ലാവർക്കും അവരുടെ കണ്ടന്റാണ് വലുത്. ഓക്കെ, ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആരും വെളിയിലും കൊണ്ടുവരത്തില്ല. ഇതൊന്നും എടുത്തിട്ട് ചർച്ച ചെയ്യത്തുമില്ല. ഇതിനു വേണ്ടി ആരും സംസാരിക്കത്തുമില്ല. കണ്ടന്റാണല്ലോ മുഖ്യം. കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ. അപ്പം ഇതൊന്നും അവർക്ക് ആയിരിക്കും കണ്ടന്റുള്ള സാധനങ്ങളല്ല. അതിലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം അതിൻ്റെ പുറകെ വരുന്ന നൂലാമാലകൾ എടുത്തിട്ട് അതിൻ്റെ പുറകെ പോകാനും അവർക്ക് ആർക്കും താല്പര്യമില്ല. ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, എന്നാലല്ലേ ഒരാൾ ഇൻഫ്ലുവൻസറായി മാറും. ഇപ്പം ഞാൻ പറയുന്ന കേട്ട് ഒരുപാട് പേര് വേണ്ട, ഒരാളെങ്കിലും ഒരാൾ ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ നാടിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ കണ്ടന്റ് മാത്രം തപ്പിക്കിടന്ന് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും കൂടെ ഇപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ് ആരും ശ്രമിക്കുന്നുമില്ല, ചെയ്യുന്നില്ല. ശ്രമിക്കുന്നില്ല എന്നല്ല, ചെയ്യുന്നില്ല. താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കണ്ടന്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം, അതിന് വേണ്ട രീതിയിൽ വ്യൂസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ ഈ വീഡിയോസ് കാണുന്നതിൽ കുറച്ചെങ്കിലും നാട്ടിൽ കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഓരോ തെമ്മാടിത്തരങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വിക്കി തഗ് പുള്ളിയാണ്. പുള്ളി പറയുന്ന പുള്ളിയുടെ ലാംഗ്വേജ് പലർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പുള്ളി എന്തോ മറ്റവനാണെന്നുള്ള രീതിയിലായിരിക്കും പലരും സംസാരിക്കുന്നത്. അപ്പോഴും പക്ഷേ ഇത്തിരിയെങ്കിലും ഒരു ബോധത്തോടെ ചെയ്യുന്ന ഒരാൾ പുള്ളിയാണ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം കണക്കാണ്. കുടുംബ പ്രശ്നം വരെ എടുത്ത് വെച്ച് വീഡിയോ ഇട്ട് അവനങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇവൻ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല. ഇതാണ് ഒരുത്തൻ ആത്മഹത്യയെ കുറിപ്പെഴുതിയിട്ട് മരിച്ചു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അതിനെ ആരും എടുത്ത് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല, സംസാരിച്ചും കണ്ടില്ല. ഇത് തന്നെ ഞാൻ ഇത് കാണുന്നത് തന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും അത് ലീവ് ചെയ്തേനെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളുമായിട്ട് ബാധിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ പണ്ട് നമ്മൾ ഈ സിനിമയിലും അതിലും ഇതിലുമൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷേ ഇപ്പം വന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. കുട്ടികളെ പോലും വെറുതെ വിടാത്ത കുറേ കാമഭ്രാന്തന്മാരുള്ള നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്.